വാഹനാപകടത്തിൽ മരിച്ച ഒരു പിഞ്ചു കുഞ്ഞിൻ്റെയും അതിൻ്റെ അവയവദാനത്തിൻ്റെയൊക്കെ വാർത്തകളായിരുന്നു ഇത്രയും ദിവസം നമ്മുടെ വാർത്തകളിലൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത്രയും സുരക്ഷിതത്വം കൊടുക്കാറുണ്ട് എന്നുള്ളത്? ആരെങ്കിലും ചൈൽഡ് സീറ്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കാറുണ്ടോ? 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചൈൽഡ് സീറ്റ് ഉപയോഗിക്കണം എന്നുള്ളത് നിയമപരമായിട്ട് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അവരുടെ പ്രായം, ഉയരം, ഭാരം എന്നിവയ്ക്കനുസരിച്ചുള്ള ചൈൽഡ് സീറ്റുകൾ ലഭ്യമാണ്. എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ മടിയിലോ നമ്മുടെ ബന്ധുക്കളുടെ മടിയിലോ ഒക്കെ കുട്ടികളെ ഇരുത്തും. ഒരു അപകടം സംഭവിക്കുമ്പോൾ അവരുടെ നട്ടിലിനും അവരുടെ മസ്തിഷ്കത്തിനും സംഭവിക്കുന്ന ആഘാതമാണ് അവരുടെ മരണത്തിന് കാരണമായിട്ട് വരുന്നത്. ഇതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ മുതിർന്നവരുടെ സീറ്റ് ബെൽറ്റ് ഇട്ടിരുത്തും. എന്നാൽ ഈ മുതിർന്നവരുടെ സീറ്റ് ബെൽറ്റ് മുതിർന്നവർക്കുള്ളതാണെന്നും ഇത് കുട്ടികളുടെ കഴുത്തിലും അല്ലെങ്കിൽ വയറിലും കൊണ്ടിട്ട് അവർക്ക് ഈ ആഘാതം കുറച്ചുകൂടി കൂടാമെന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. മുൻപിലത്തെ സീറ്റിൽ പാരൻസിൻ്റെ മടിയിലിരിക്കുന്ന കുട്ടി മരിക്കാൻ കാരണമാകുന്നത് ചിലപ്പോൾ ആ എയർ ബാഗ് തട്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചൈൽഡ് സീറ്റ് നിർബന്ധമാക്കുക, അതും പുറകിലത്തെ സീറ്റിൽ. അവരുടെ ജീവനും ജീവിതത്തിനും ഇത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ലക്ഷങ്ങൾ കൊടുത്തിട്ട് വാഹനങ്ങൾ മേടിക്കുന്നവർ നമ്മുടെ ജീവനായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്താണ് അതിൽ കാര്യമുള്ളത്? ഹാപ്പി മോർണിംഗ്.